നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യക്ഷേമ പെൻഷൻ നേരത്തെ 600 രൂപയായിരുന്നു. ആ കാലത്ത് 2016 സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ 18 മാസത്തോളം കുടിശ്ശികയുണ്ടായിരുന്നു. ആ കുടിശ്ശിക മുഴുവൻ കൊടുത്തു തീർത്ത് തുടർന്ന് 600-ൽ നിന്ന് വർധനവ് 1600-ലേക്കായി. ഇപ്പോൾ 60 ലക്ഷം പേർക്ക് സാമൂഹ്യക്ഷേമ പെൻഷൻ എല്ലാ മാസവും കൃത്യമായി നൽകി വരികയാണ്. നമ്മുടെ പൊതുജനാരോഗ്യ രംഗം വളരെ മെച്ചപ്പെട്ട ഒരു രംഗമായിട്ടാണ് പൊതുവെ കണക്കാക്കിയത്. പക്ഷേ 2016 പൊതുജനാരോഗ്യ സംവിധാനം വല്ലാതെ തകർന്ന അവസ്ഥയിലായി. ആ മേഖലയെ ആധുനിക സംവിധാനങ്ങളോടെ രോഗി സൗഹൃദമാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. സംസ്ഥാനത്തെ 886 പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി ഉയർത്താനാണ് ലക്ഷ്യമിട്ടത്. 674 എണ്ണം ഇതിനകം കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി മാറിക്കഴിഞ്ഞു. നമ്മുടെ സംസ്ഥാനത്ത് 5000-ത്തിലധികം ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളും സജ്ജമായിട്ടുണ്ട്. സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങൾ ജില്ലാ ജനറൽ ആശുപത്രികളിൽ ലഭ്യമാക്കുന്നതിന് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ ജില്ലാ ആശുപത്രികളിലും കാത്ത് ലാബും ഇൻറ്റൻസീവ് കൊറോണറി കെയർ യൂണിറ്റും ആരംഭിക്കാനായി. താലൂക്ക് ആശുപത്രികളിൽ 44 അധിക ഡയാലിസിസ് യൂണിറ്റുകളാണ് ലഭ്യമാക്കിയത്. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം 43 ലക്ഷം കുടുംബങ്ങളിലെ 73 ലക്ഷം ആളുകൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ നൽകി വരികയാണ്. കോവിഡിനെതിരെ ശക്തവും ശാസ്ത്രീയവുമായ പ്രതിരോധമാണ് തീർത്തത്. ചികിത്സ ഉറപ്പാക്കിയിട്ടുണ്ടായി. ഇതെല്ലാം ചെയ്തതിലൂടെ മരണനിരക്ക് നല്ല തോതിൽ കുറക്കാൻ സാധിച്ചു. കോവിഡ് മരണങ്ങൾ ഏറ്റവും കൃത്യമായി രാജ്യത്ത് രേഖപ്പെടുത്തിയത് കേരളമായിരുന്നുവെന്നത് പുറത്തു വന്നു കഴിഞ്ഞു. കഴിഞ്ഞ 3 വർഷങ്ങളിൽ തുടർച്ചയായി ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകിയ സംസ്ഥാനത്തിനുള്ള ദേശീയ പുരസ്കാരം കേരളത്തിനാണ് ലഭിച്ചത്. 4 വർഷം കൊണ്ട് 7000 കോടിയിലധികം രൂപയുടെ സൗജന്യ ചികിത്സയാണ് കേരളത്തിൽ നൽകിയത്. അപൂർവ രോഗപരിചരണത്തിനായി കെയർ പദ്ധതി നടപ്പിലാക്കി. സമഗ്ര പാലിയേറ്റീവ് പരിചരണത്തിനായി കേരള കെയർ പാലിയേറ്റീവ് കെയർ ഗ്രിഡ് സ്ഥാപിക്കാനും കഴിയും. വാർഡ് തലത്തിൽ 5409 ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളാണ് സംസ്ഥാനത്ത് ആരംഭിച്ചത്. ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിൽ മെച്ചപ്പെട്ട ഭൗതിക സാഹചര്യങ്ങളുണ്ട്. അതോടൊപ്പം 36 തരം മരുന്നുകൾ, 10 ലാബ് പരിശോധനകൾ, ലഘു രോഗങ്ങളുടെ ചികിത്സ ഇവയെല്ലാം ലഭ്യമാണ്. 2 മെഡിക്കൽ കോളേജുകളും സർക്കാർ അനുബന്ധ മേഖലയിൽ 15 നഴ്സിംഗ് കോളേജുകളും ഈ കാലയളവിൽ ആരംഭിച്ചു. കേരളത്തിലെ സർക്കാർ മെഡിക്കൽ കോളേജുകൾ ആദ്യമായി ദേശീയ റാങ്കിംഗ് പട്ടികയിൽ ഉൾപ്പെട്ടു. മെഡിക്കൽ നഴ്സിംഗ് സീറ്റുകൾ ഗണ്യമായി വർദ്ധിപ്പിച്ചു. വിദ്യാഭ്യാസ രംഗത്ത് അതോടൊപ്പം തന്നെ അടിസ്ഥാന സൗകര്യ രംഗത്ത്
അക്കാദമിക് രംഗത്ത് സമാനതകളില്ലാത്ത ഇടപെടലുകളാണ് കഴിഞ്ഞ 9 വർഷമായി സംസ്ഥാന സർക്കാർ നടത്തിവരുന്നത്. സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി മാത്രം 5000 കോടിയോളം രൂപ ഇതിനോടകം അനുവദിച്ചിട്ടുണ്ട്. 5 കോടി രൂപ ചെലവിൽ 141 സ്കൂൾ കെട്ടിടങ്ങൾ നവീകരിക്കാനായിരുന്നു പരിപാടി. അവയിൽ 139 എണ്ണം പൂർത്തിയായി. 3 കോടി രൂപ ചെലവിൽ 386 സ്കൂൾ കെട്ടിടങ്ങൾ നവീകരിക്കുക. അവയിൽ 179 എണ്ണം പൂർത്തിയായിട്ടുണ്ട്. 1 കോടി രൂപ ചെലവിൽ നവീകരിക്കുന്ന 446 സ്കൂൾ കെട്ടിടങ്ങളിൽ 195 എണ്ണം പൂർത്തിയായിട്ടുണ്ട്. അങ്ങനെ ആകെ 973 സ്കൂൾ കെട്ടിടങ്ങൾ അനുവദിച്ച് 513 എണ്ണവും പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 50,000-ലധികം ക്ലാസ് മുറികളാണ് ഹൈടെക്കായി മാറ്റിയത്. സ്കൂളുകളിൽ ടിങ്കറിംഗ് ലാബ്, റോബോട്ടിക് ലാബുകൾ ഇവയെല്ലാം സജ്ജീകരിച്ചു. അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് രംഗത്ത് പരിശീലനം നൽകുന്ന ആദ്യ സംസ്ഥാനമായി കേരളം മാറി. കേരളത്തെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഹബ്ബാക്കി മാറ്റാനുള്ള പ്രവർത്തനങ്ങളാണ് സംഘടിപ്പിക്കുന്നത്. അവയുടെ ഫലമായി 8 സർവകലാശാലകൾക്കും 359 കോളേജുകൾക്കും നാക് അക്രഡിറ്റേഷൻ ലഭിച്ചു. നമ്മുടെ രാജ്യത്തുള്ള പൊതു സർവകലാശാലകളിൽ ആദ്യത്തെ 12 എണ്ണത്തിൽ 3 എണ്ണം കേരളത്തിൽ നിന്നുള്ളവയാണ്. 9ാമത് കേരള യൂണിവേഴ്സിറ്റിയും 10ാമത് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയും 11ാമത് ഗാന്ധി യൂണിവേഴ്സിറ്റിയും 43ാമത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും. നമ്മുടെ മികച്ച കോളേജുകളെടുത്താൽ ആദ്യത്തെ 100 റാങ്കിനുള്ളിൽ കേരളത്തിലുള്ള 16 കോളേജുകളുണ്ട്. NIRF റാങ്കിങ്ങിൽ രാജ്യത്തെ മികച്ച 200 കോളേജുകളിൽ 42 എണ്ണം കേരളത്തിൽ നിന്നുള്ളവയാണ്. സർവകലാശാലയിലെ ഗവേഷണ ഫലങ്ങൾ സാമൂഹ്യാവശ്യത്തിന് ഉപയോഗപ്പെടുന്നതിനായി ട്രാൻസ്ലേഷൻ ലാബുകൾ ഈ ഘട്ടത്തിലാണ് ആരംഭിക്കാൻ നമുക്കായത്. നവകേരള പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പുകൾ, കൈരളി റിസർച്ച് അവാർഡുകൾ ഇവയെല്ലാം ഏർപ്പെടുത്തി നാടിന് ഗുണകരമാകുന്ന ഗവേഷണങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും ശ്രമങ്ങൾ നടത്തുകയാണ്. അതിനെല്ലാം ഉപരിയായി ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ രൂപീകരിച്ചു. അതിൻ്റെ ശുപാർശകൾ നടപ്പാക്കുകയും ചെയ്തു. ഭാവിയിൽ കേരളത്തെ ഒരു വിജ്ഞാന സമ്പദ് വ്യവസ്ഥയായി പരിവർത്തിപ്പിക്കാനുള്ള ശ്രമങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ വികസനം.